ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡറി ഡാറ്റയുടെ മെറിറ്റ്സും അതുപോലെ സെക്കൻഡറി ഡാറ്റയുടെ ഡിമെറിറ്റ്സുമാണ്. ആദ്യം നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഒന്നാമത്തെ പോയിന്റ് ആണ്, ദ സെക്കൻഡറി ഡാറ്റ പ്രൊവൈഡ്സ് ആൻ ഇൻസൈറ്റ് ടു ദ ടോട്ടൽ സിറ്റുവേഷൻ സ്റ്റഡീഡ് വൈൽ എക്സ്പ്ലോറിംഗ് ദ അവൈലബിൾ സെക്കൻഡറി സോഴ്സസ്. The researcher may come across many unexpected information. It will contribute significant information for the study. സെക്കൻഡറി ഡാറ്റ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ സെക്കൻഡറി ഡാറ്റകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പല റിസർച്ചർക്ക് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു സെക്കൻഡറി ഡാറ്റ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ഫോർ ദ സ്റ്റഡി. ഇത്തരത്തിലുള്ള സെക്കൻഡറി ഡാറ്റ ഒക്കെ നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാകുന്നതാണ്. അത് നമ്മുടെ സ്റ്റഡി ഒന്നുകൂടി കുറച്ചുകൂടി മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ്, ദ സെക്കൻഡറി information derived from various sources may be helpful to the researcher to formulate the hypothesis which is necessary for study. ഇപ്പോൾ ചില പഠനങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൈപ്പോത്തിസിസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അത്തരം സ്റ്റഡികളിൽ ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി ഇൻഫർമേഷൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ടു ടെസ്റ്റ് ഫോർമുലേറ്റഡ് ഹൈപ്പോത്തിസിസ്. അപ്പോ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഓരോ ഹൈപ്പോത്തിസിസും ടെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അടുത്തതാണ്, ദ സെക്കൻഡറി സോഴ്സസ് ഓൾസോ പ്രൊവൈഡ് കോംപ്ലിമെന്ററി ഇൻഫർമേഷൻ ടു ദ റിസർച്ചർ വിച്ച് ഈസ് നീഡഡ് ഫോർ ദ സ്റ്റഡി. അതുപോലെ തന്നെ നമ്മള് റിസർച്ചർക്ക് ഒരു സെക്കൻഡറി സോഴ്സ് നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിമെന്ററി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെക്കൻഡറി ഡാറ്റ കൊണ്ടുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മെച്ചങ്ങൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു? സെക്കൻഡറി ഡാറ്റ നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അൺഎക്സ്പെക്റ്റഡ് ആയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ സ്റ്റഡിക്കുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈപ്പോത്തിസിസ് കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ റിസർച്ചറെ ഈ സെക്കൻഡറി ഡാറ്റ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഈ സെക്കൻഡറി ഡാറ്റ വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആയിരുന്നു, കോംപ്ലിമെന്ററി ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യമാണ് മെറിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് സെക്കൻഡറി ഡാറ്റയുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഒന്നാമതാണ്, ദ സെക്കൻഡറി ഡാറ്റ ഈസ് ദ ഓൾറെഡി കളക്റ്റഡ് ഇൻഫർമേഷൻ ഫോർ സം അതർ സ്റ്റഡി, സോ ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ടഡ് ഫോർ ദ സ്റ്റഡി പ്രപ്പോസ്ഡ് ബൈ ദ റിസർച്ചർ. നമുക്കറിയാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതായത് മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് സെക്കൻഡറി ഡാറ്റ. അപ്പോൾ ഈ ഒരു ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള, അതായത് ഏതോ ഒരു സ്റ്റഡിക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സെക്കൻഡറി ഡാറ്റ നമ്മുടെ റിസർച്ചർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള സ്റ്റഡിക്ക് ചിലപ്പോൾ സ്യൂട്ട് ആകണമെന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ്, ദീസ് ആർ ദ ഡാറ്റ കളക്റ്റഡ് ഇൻ പാസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ ഡാറ്റ കളക്ട് ചെയ്തത് നമ്മൾ മുന്നേ കളക്ട് ചെയ്താണ്, അത് പാസ്റ്റ് ഡാറ്റയാണ്, അതായത് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഓക്കെ, ദേ ആർ നോട്ട് ബി കറന്റ് ഇൻഫർമേഷൻ ആൻഡ് ദേ ആർ നോട്ട് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ വിച്ച് ആർ നെസസറി ഫോർ ദ പർപ്പസ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താണ്? ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്, അതായത് കളക്റ്റഡ് ഇൻ പാസ്റ്റ് ആണ്. ഇത് കറന്റ് ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യില്ല. അതായത് യാതൊരുവിധ അപ്ഡേഷൻ കാര്യങ്ങളും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. കാരണം ഇതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്, ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ ആണ്.
അപ്പൊ അതിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മളെ സ്റ്റഡിക്ക് ചിലപ്പോ ഉപകരിക്കണമെന്നില്ല. ഓക്കെ, അടുത്തതാണ് the available data may not be as accurate as desired. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്ത നമ്മൾ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡിക്ക് അനിവാര്യമായിട്ടുള്ള അത്രയും ഡാറ്റ ചിലപ്പോ കൃത്യമാകണമെന്നില്ല. ചിലപ്പോ ചില സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോ നമ്മള് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളെ ഫുള്ള് കംപ്ലീറ്റ് ഒന്നിന് നമ്മൾ വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോ കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ അത്രയും കൃത്യത ഉണ്ടാകണമെന്നില്ല. സെക്കൻഡറി ഡാറ്റ ചിലപ്പോ കൃത്യത ഉണ്ടാകണമെന്നില്ല. അടുത്താണ് സെക്കൻഡറി ഡാറ്റ നോട്ട് അപ് ടു ഡേറ്റ്. അതുപോലെ എന്താണ്, അപ്ഡേഷൻ ഉണ്ടാവില്ല. കാരണം എന്താണ്, കളക്ട് ചെയ്തത് എന്താണ്, കളക്ടഡ് ഇൻ പാസ്റ്റ് ആണ്. അതുകൊണ്ട് യാതൊരുവിധ അപ്ഡേഷൻ കാര്യങ്ങളും സെക്കൻഡറി ഡാറ്റയിൽ ഉണ്ടാകണമെന്നില്ല. അടുത്താണ് ഇൻഫർമേഷൻ അബൌട്ട് ദ വെയർഅബൌട്ട്സ് ഓഫ് സോഴ്സസ് മേ നോട്ട് ബി അവൈലബിൾ ടു ഓൾ സോഷ്യൽ സയന്റിസ്റ്റ്. സോഴ്സസുകളൊക്കെ എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാ സയന്റിസ്റ്റിനൊന്നും ലഭ്യമാവുകയില്ല. അപ്പോ സെക്കൻഡറി ഡാറ്റകൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും എവിടൊക്കെയാണ് ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ ഒക്കെ ഉറവിടം എവിടെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. എന്തൊക്കെയായിരുന്നു ഈ ഒരു സെക്കൻഡറി ഡാറ്റയുടെ ലിമിറ്റേഷൻസ്? അപ്പോ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആരോ എന്തോ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അത്തരത്തിലുള്ള കാര്യം നമ്മുടെ സ്റ്റഡിക്ക് ചിലപ്പോ സ്യൂട്ട് ആകണമെന്നില്ല. അതുപോലെ ഇത് കളക്ടഡ് ഇൻ പാസ്റ്റ് ആണ്. അത് കറന്റ് ഇൻഫർമേഷനെ റെപ്രസെന്റ് ചെയ്യില്ല. അതായത് ഇത് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അല്ല. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്റ്റഡിക്ക് സ്യൂട്ട് ആകണമെന്നില്ല. അതുപോലെ ഇത് സെക്കൻഡറി ഡാറ്റ ആക്യുറേറ്റ് ആകണമെന്നില്ല. അതുപോലെ സെക്കൻഡറി ഡാറ്റ നോട്ട് അപ് ടു ഡേറ്റ് ആണ്. അതായത് യാതൊരുവിധ അപ്ഗ്രേഡേഷൻസ് കാര്യങ്ങളൊന്നും സെക്കൻഡറി ഡാറ്റയിൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ ഒരു സോഴ്സ്, ഈ ഡാറ്റയുടെ സോഴ്സിനെ പറ്റി പല ആളുകൾക്കും അതിന്റെ കാര്യങ്ങളെ പറ്റിയൊന്നും അറിവുണ്ടായിരിക്കില്ല. ഇത്രയും കാര്യമാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, അടുത്ത ഏരിയ ആണ് പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ ബൈ ദ റിസർച്ചർ വൈൽ യൂസിങ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് റിസർച്ചർ എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് റിസർച്ചർ സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്? 3 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 1 റിലയബിലിറ്റി, അതുപോലെ 2 സ്യൂട്ടബിലിറ്റി, 3 ആഡിക്വസി. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. 1 റിലയബിലിറ്റി ആണ്. അതായത് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ, നമുക്ക് സെക്കൻഡറി ഡാറ്റ ഉണ്ട്, നമ്മുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡറി ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഒരു ഡാറ്റ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുകയുള്ളൂ. ഓക്കെ, രണ്ടാമതാണ് സ്യൂട്ടബിലിറ്റി. അതുപോലെ സെക്കൻഡറി ഡാറ്റകൾ ഒരുപാട് ഉണ്ടാവും. പക്ഷേ നമ്മുടെ സ്റ്റഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അനിവാര്യമുള്ള ഡാറ്റകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആകണം. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണോ എന്നുള്ള കാര്യം നാം മാച്ച് ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ആ ഡാറ്റ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റഡിയുമായി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്റ്റഡിക്ക് എന്താണ് സ്യൂട്ടബിൾ ആണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു സെക്കൻഡറി ഡാറ്റ പരിഗണിക്കാവൂ. അടുത്തതാണ് ആഡിക്വസി. നമ്മുടെ സ്റ്റഡി സെക്കൻഡറി ഡാറ്റ എടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു ആക്യുറസി നോക്കണം. ആക്യുറസി ലെവല് നിശ്ചയിച്ചു വെക്കണം. അത്രയും ആക്യുറസി ലെവല് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആ ഒരു കാര്യം ആഡിക്വേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഡാറ്റ ആഡിക്വേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു ലെവൽ ഓഫ് ആക്യുറസി എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം. എങ്കിൽ മാത്രം അത് എന്തുണ്ടാവുള്ളൂ, ആഡിക്വേറ്റ് ആവുകയുള്ളൂ. അപ്പൊ ഒരു റിസർച്ചർ ഒരു സെക്കൻഡറി ഡാറ്റ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് സ്യൂട്ടബിൾ ആണ്, ആഡിക്വേറ്റ് ആണ്, അതുപോലെ റിലയബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.